ഈ ഒരു ബോർഡ് കുറെ കാലമായിട്ട് എന്റെ പെട്ടിയിലിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ 2 ദിവസം മുമ്പെടുത്ത് നോക്കിയപ്പോൾ ഇതിൽ ഏകദേശം ചിതലും ഉളുപ്പനൊക്കെ ഇരയുടെ ഡാമേജ് ആയിരുന്നു. എന്നാൽ പിന്നെ ഇത് വെറുതെ നശിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയ പരീക്ഷണങ്ങൾ ചെയ്ത് നശിപ്പിക്കുന്നതാണല്ലോ. ബൈ ദ ബൈ, പുതിയ പുതിയ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത് എനിക്കൊരു ത്രില്ല് കൂടെയാണ്. ഇത് ഞാൻ ചെയ്യുന്നത് പിൻട്രസ്റ്റിൽ കണ്ടൊരു സാധനത്തിന്റെ ഐഡിയ വെച്ചാണ്. പക്ഷെ ഇതിന്റെ ഫൈനൽ ഔട്ട് എന്താവുമെന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല. എന്തായാലും കണ്ടപ്പോൾ തന്നെ ഞാൻ ബോർഡും തൂക്കി ഇറങ്ങി. വേറൊന്നുമില്ല, സിമ്പിളാണ്. ആദ്യം ഇതിന്റെ ബേസ് ഇതുപോലെ ഒന്ന് പെയിന്റ് ചെയ്തെടുത്തിട്ട് എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ അതിലൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഇത് വരയ്ക്കാൻ ഡ്രോയിങ് അറിയണമെന്നൊന്നുമില്ല, തോന്നിയ പോലെയൊക്കെ അങ്ങ് വരയ്ക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ത്രെഡ്സ് ഇതുപോലെ ഗ്ലൂ തേച്ച് ആ വരച്ച ഡിസൈനിൽ ഞാനങ്ങ് ഒട്ടിച്ചെടുത്തു. ഇത് മക്രമി ത്രെഡാണ്. ഞാൻ മുൻപ് എനിക്ക് മക്രമി മേക്കിംഗ് പഠിക്കണമെന്ന് വലിയ പൂതിയേറി വാങ്ങിയതാണ്. പക്ഷെ അന്ന് അത് നടന്നില്ല. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെയെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ഞാനിത് ഫുള്ള് 2 ത്രെഡ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത് കാണുമ്പോൾ എനിക്കൊരു ടെക്സ്ചർ ആർട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ടെക്സ്ചർ ആർട്ടായിട്ട് കണക്കാക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഇടയിൽ വൈറ്റ് കളർ ബീഡ്സ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ചെറുതും വലുതുമായിട്ട് പലതരത്തിലുള്ള ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിന്റെ ഫൈനൽ ഔട്ട് കണ്ടാലോ? ഈ ആർട്ട് കണ്ട് നിങ്ങൾ എന്നെ ആട്ടരുത് ഗൈസ്. കാരണം എപ്പോഴും ലൈഫിൽ നമ്മൾ വിചാരിക്കും പോലെ കാര്യങ്ങൾ നടക്കില്ലട കുട്ടാ. ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചാലും ഇത് മോഡേൺ ആർട്ടാണെന്ന് പറയാം. എന്തായാലും വിചാരിച്ച പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തില്ല. കുഴപ്പമില്ല, നമുക്കിനി ശരിയാക്കാമല്ലോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലവ് യു ആൻഡ് ബൈ.